ഇത് പ്രവാസിയായ കർഷകൻ സോമരാജന്റെ കൃഷിയിടമാണ്. ഗൾഫിലാണെങ്കിലും ആറ്റിങ്ങൽ മുതാക്കൽ കൃഷിഭവൻ പരിധിയിലെ പറങ്കിമാവിള വീട്ടിലെ 15 സെന്റ് പുരയിടത്തിൽ പച്ചക്കറികൾ, സുഗന്ധവിളകൾ, കിഴങ്ങുവർഗ്ഗവിളകൾ, ഔഷധ സസ്യങ്ങൾ, വിദേശിയും സ്വദേശിയുമായ പഴവർഗ്ഗങ്ങൾ, മാവ്, പ്ലാവ്, കവുങ്ങ് എന്നിവ കൃഷി ചെയ്യുന്നു. സോമരാജന്റെ പുരയിടത്തിലെ പ്രധാന കൃഷി കുരുമുളകാണ്. ചെറുപ്പം മുതലേ എനിക്ക് കൃഷിയോട് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പോൾ ചെറിയ ചീര അങ്ങനെയുള്ള വിളകളൊക്കെ ചെയ്താണ് പോയത്. വലുതായിട്ടുള്ളതൊന്നും ചെയ്യാനുള്ള പെരയിടം അന്ന് റെഡിയല്ലായിരുന്നു. ഒരു 15 കൊല്ലമായി പെരയിടം അച്ഛൻ്റെ കയ്യിൽ കിട്ടിയിട്ട്. ഞാനൊരു 5 കൊല്ലം ആയി കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. കൃഷിയോട് നമ്മളായി കൊറോണ കാലഘട്ടമായപ്പോൾ ഒന്നും വേറൊരു ജോലിയൊന്നും ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ആ സമയത്ത് ചെയ്തു തുടങ്ങിയതാണ്. കുറച്ച് തെങ്ങും അതും ഇതൊക്കെ വെച്ച്, പിന്നെ അതങ്ങ് പച്ചക്കറി ഇങ്ങനെ ഒരു വ്യാപിച്ച്, അതിൽ പഴവർഗ്ഗങ്ങളും എല്ലാം ആയിട്ട്. അപ്പം നമ്മൾ ആ ഒരു ചെറുപ്രായത്തിലുള്ളത് ഞാൻ ജോലിയും കാര്യവും വിദേശമൊക്കെ ആയിട്ട് പോലും ഞാനത് ഉപേക്ഷിച്ചില്ല. കാരണം നാളത്തേക്ക് നമ്മളെന്തെങ്കിലും കൃഷി ചെയ്തില്ലെങ്കിൽ കഴിഞ്ഞു പോകാൻ, അത് കൊറോണ സമയത്ത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടത്. അപ്പം അങ്ങനെ ചെയ്തു പോയതാണ്. ഞാൻ 13 കൊല്ലം കൊണ്ട് വിദേശത്താണ്. അപ്പോൾ അവിടെ ഇരുന്നും കൊണ്ടാണ് ഈ കൃഷിയും കാര്യങ്ങളും ഇപ്പോൾ കൺട്രോൾ ചെയ്യുന്നത്. പുതിയ ടെക്നോളജി, ക്യാമറയും ഈ വൈഫൈ കൺട്രോളിലൂടെ ഉള്ള ഓട്ടോമേഷനും ഇതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ കൃഷി മുന്നോട്ട് പോകുന്നത്. കാരണം നമുക്ക് ഒരാളിനെ വെച്ച് ചെയ്യാനുള്ളത് ബുദ്ധിമുട്ടാണ്. ഡെയിലി അതിൻ്റെ ഉള്ള പരിചരണം കാര്യങ്ങളും. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരാളിൻ്റെ സഹായം വേണം ഈ കീടശല്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കാൻ. അമ്മയാണ് ഇപ്പോൾ അതിൻ്റെ ഇതായിട്ട് നോക്കുന്നത്. പിന്നെ ഞാൻ ക്യാമറയിൽ കൂടെ കണ്ട് ബാക്കിയുള്ള കാര്യങ്ങളും, പിന്നെ കൃഷി ഓഫീസിൻ്റെ സഹായത്തോടെ അതിൻ്റെ മരുന്ന് കാര്യങ്ങളും. കൂടുതലും ജൈവമാണ് ഞാൻ ചെയ്യുന്നത്. കാരണം നമുക്ക് കഴിക്കണം, മറ്റൊരാൾക്ക് കൊടുത്താലും അസുഖവും കാര്യങ്ങളും ഉണ്ടാവരുത് എന്നുള്ളത്. അപ്പോൾ വിദേശത്തിരുന്നും നമുക്ക് കൃഷി കൊണ്ടുപോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു ഇതിൽ ചെയ്ത് കാണുന്നത്. ഇലക്ട്രീഷ്യനായ സോമരാജ് കേരളത്തിന്റെ കാർഷിക മേഖലയ്ക്ക് ഉപകരിക്കുന്ന രീതിയിൽ ഒരു ടെക്നോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. സാധാരണ പാഴ്മരങ്ങളിൽ കുരുമുളക് പടർത്തുന്ന പരമ്പരാഗതമായ രീതിക്ക് പകരം PVC പൈപ്പുകളിൽ കയറ്റിവിടുകയാണ് ചെയ്തത്. 5 അടി PVC പൈപ്പുകളിലും കോൺക്രീറ്റ് തൂണുകളിലും ആസ്ബറ്റോസ് തൂണുകളിലുമൊക്കെ കുരുമുളക് പടർത്തുന്നവരുണ്ട്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി 15 അടി ഉയരമുള്ള PVC പൈപ്പിനുള്ളിൽ നല്ല ബലം കിട്ടുന്നതിനായി ഒരു GI പൈപ്പ് കൂടി ഉള്ളതിനാൽ ഏണിചാരി കുരുമുളക് പറിക്കാവുന്നതാണ്. പുതിയൊരു ടെക്നോളജി എന്ന രീതിയിൽ നിലത്ത് നിന്നുകൊണ്ട് തന്നെ പറിക്കാവുന്ന തരത്തിൽ ഒരു ഫോൾഡിംഗ് സിസ്റ്റം കൂടി പൈപ്പിൽ സ്ഥാപിച്ചിട്ടുണ്ട്. ഒരാൾക്ക് തറയിൽ നിന്ന് പറിക്കാവുന്ന ഉയരത്തിൽ പൈപ്പിനുള്ളിലെ നട്ടും ബോൾട്ടും ഇളക്കി മാറ്റി ഫോൾഡ് ചെയ്ത് ഒരു സ്റ്റാൻഡിൽ ഇറക്കി വയ്ക്കാവുന്നതാണ്. വള്ളികൾക്ക് ഒരു കേടുപാടുകളും സംഭവിക്കാത്ത രീതിയിലാണ് ഫോൾഡിംഗ് സിസ്റ്റം. നിലത്ത് നിന്ന് വിളവെടുത്ത ശേഷം പൈപ്പിനെ വീണ്ടും ഉയർത്തി നിർത്താവുന്നതാണ്. കുരുമുളക് കൃഷി ചെയ്തിരിക്കുന്ന രീതി വീഡ്മേറ്റൊക്കെ വിരിച്ചിട്ടാണ്. വീഡ്മേറ്റ്, പുല്ല്, കള അങ്ങനെയുള്ളതൊന്നും ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ അടിവളം ചെയ്ത് ഒരു കൊല്ലത്തേക്കുള്ളതാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഈ പുല്ല് വലിച്ചെടുത്ത് നമുക്ക് എപ്പോഴും ഇതിൻ്റെ കൂടെ നിൽക്കാനും വളം ചെയ്യാനൊന്നും കഴിയത്തില്ല. അപ്പോൾ ആ വീഡ്മേറ്റ്, പിന്നെ അതിൻ്റെ ഉള്ളിൽ ഞാൻ ട്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റമാണ് ചെയ്തിരിക്കുന്നത്. അതൊക്കെ ഓട്ടോമാറ്റിക്കാണ്, മോട്ടറിൻ്റെ സംവിധാനത്തിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം
സ്ഥലത്തില്ലാത്ത സമയത്ത് നമുക്ക് വെള്ളം ഉപയോഗിക്കണമല്ലോ ഇതിനു വേണ്ടി. അതിനെല്ലാം ടൈമറും കൺട്രോളും ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. കുരുമുളക് കൃഷിയിൽ ഞാൻ പുതിയൊരു രീതിയിലുള്ള ഇന്നോവേഷനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഫോൾഡിങ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. 2-in-1 ഓപ്ഷനാണ്. എനിക്ക് ഇത് ഫോൾഡ് ചെയ്യാൻ പറ്റില്ല. ഇൻ കേസ് കുരുമുളകിൻ്റെ വള്ളി ഒടിഞ്ഞു പോകുന്നെങ്കിൽ അതിൽ ഏണി ചാരി പറിക്കാൻ പറ്റും. കാരണം അതിൻ്റെ ഉള്ളിൽ GI സ്ട്രക്ചർ ചെയ്തിരിക്കുന്നതുകൊണ്ട് നല്ല ബലമുണ്ട്. കർഷകരെല്ലാം നേരിടുന്ന പ്രധാന പ്രശ്നം വെള്ളവും വളവും കൃത്യസമയത്ത് എത്തിക്കുന്നതിലാണ്. സോമരാജ് തന്റെ പുരയിടത്തിൽ ഡ്രിപ്പ് ഇറിഗേഷൻ രീതിയിലാണ് ചെടികളുടെ മൂട്ടിൽ വെള്ളം എത്തിക്കുന്നത്. കൂടാതെ സ്പ്രിംഗ്ലർ രീതിയിലും നനയുണ്ട്. ഇതിനായി ഒരു മോട്ടോറും ടൈമറും ഉപയോഗിച്ച് മൊബൈൽ ആപ്പിന്റെ സഹായത്താൽ ലോകത്തെവിടെയിരുന്നും നന നൽകാം. ഇതിനായി പറമ്പിൽ ക്യാമറയും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിലൂടെ കൃഷിയിടം മുഴുവൻ കാണാനും ആവശ്യമായ സമയങ്ങളിൽ വെള്ളം നൽകാനും സോമരാജിന് സാധിക്കുന്നു. വെഞ്ചറി സിസ്റ്റവും ചെയ്തിട്ടുള്ളതിനാൽ ലിക്വിഡ് രൂപത്തിൽ വളവും നൽകാൻ കഴിയുന്നു. കുരുമുളകിന് ചുവട്ടിൽ എപ്പോഴും മണ്ണിളക്കി വളം ചെയ്യാറില്ല. വർഷത്തിലൊരിക്കൽ സോമരാജ് നാട്ടിൽ വരുമ്പോഴാണ് അടിവളം നൽകാറ്. ദോഷകരമായ കളകളെ നിയന്ത്രിക്കുന്നതിനായി വീഡ് മാറ്റും വിരിച്ചിട്ടുണ്ട്. മുതാക്കൽ കൃഷിഭവൻ ഉദ്യോഗസ്ഥരുടെ സന്ദർശനവും വേണ്ട ഉപദേശ നിർദ്ദേശങ്ങളും സോമരാജിന് ലഭിക്കാറുണ്ട്. സ്നോ വൈറ്റ് ആണ് ഈ ചെയ്തിരിക്കുന്നത്. ഫെനാഡ് പിന്നെ പീച്ചിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. പീച്ചില എത്ര മൂടുണ്ട് സ്നോ വൈറ്റ്? 2 മൂടാണ്. ഇവിടെ ഒരെണ്ണം, അവിടെ ഒരെണ്ണം. എല്ലാം കൂടെ ഒറ്റപ്പൽ തന്നെ ഇട്ടായിരുന്നു. അത് ഇതെല്ലാം കൂടെ മറ്റേതില് മാക്സിമം കിട്ടുന്നില്ല. അത് ചില ഉണ്ട്. പിന്നെ ഈ ഇല നമ്മൾ അധികം വരുന്ന പഴുത്ത ഇലകൾ നുള്ളി മാറ്റി കൊടുക്കും. അപ്പൊ സൂര്യപ്രകാശം അങ്ങനെ തന്നെ. കറി വെച്ചതോ അല്ലല്ല, അത് നുള്ളി പഴുത്ത ഇലകളുണ്ടല്ലോ, നല്ല വിളവ് കിട്ടും. തോരന് കറി വെച്ച് തോരനും വെക്കാം. പിന്നെ വെള്ളരിയുണ്ട്. വെള്ളരിന്റെ ഇടയിൽ നല്ല കടുത്ത പച്ച വെള്ളരി അവിടെ ഇട്ടുണ്ട്. അപ്പോൾ ഇത് ചേമ്പും ചേനയും നട്ടിരിക്കുന്ന സ്ഥലമാണ്. അതിന്റെ ഇടയിലുള്ള സ്ഥലത്തെല്ലാം ഈ പടത്തി വിടുന്നു. ഇത് എവിടെ ഈ വെറൈറ്റി കൊണ്ടുവന്നത്? ഇത് ഇടുക്കിയിൽ നമ്മള് ഒരു ഇതാണ് കുമ്പുക്കൽ, ആ വെറൈറ്റിയാണ്. ഒരു പരീക്ഷണാടിസ്ഥാനത്തിലാണ് ഇത് ചെയ്തേക്കുന്നത്. കുമ്പുക്കൽ അതിൻ്റെ ഗ്രോത്തും ഇതൊക്കെ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം എനിക്ക് ബാക്കി അടയ്ക്കാൻ മരത്തിലൊക്കെ വെക്കാറുള്ളത്. തെക്കന് ഞാൻ വെച്ച് അത് നശിച്ചു പോയി. പക്ഷെ കരിമുണ്ടയും പന്നിയൂരും അതിന്റെ ഇതിന്റെ ഒരു പരീക്ഷണമാണത്. അതിലെങ്ങനെയാണ് വിളവ് ഇതൊക്കെ. PVC മൊത്തം 19 മൂട് കുമ്പുക്കലാണ്, 2 മൂട് പന്നിയൂരും കരിമുണ്ടയും. ഇതാണ് ഇപ്പം ഇറക്കി വയ്ക്കാനായിട്ട്. ഇത് ഞാൻ ഇവിടെ ഇറക്കി പതിപ്പിച്ചതിന് ശേഷം പിന്നെ ആ ഒരു ഫോൾഡിങ് സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ഗ്യാപ്പ് വന്നിരിക്കുന്നത്. ഇനിയിപ്പോൾ ഫോൾഡിങ് ഉപയോഗിക്കാൻ പറ്റും. ഫോൾഡിങ് ഉപയോഗിക്കാം. അപ്പം ഞാൻ പരീക്ഷിച്ച് നോക്കി. ഫോൾഡിങ്ങിന് വള്ളി ഒടിയുന്നൊന്നുമില്ല. കാരണം വള്ളി മുറ്റി കഴിയും. ഇങ്ങനെ കിടക്കുന്ന അവിടെ നല്ല സ്പേസ് വരും. ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ളത് കൊണ്ട് പക്ഷെ നല്ലോണം ഫോൾഡ് ചെയ്യാം. ഇതൊരു സ്റ്റാൻഡിലാണ് ഇത് ചെയ്യുന്നത്. ഏണി വേണമെങ്കിൽ ഏണി ചാരിയിട്ട് ചെയ്യാം. പിന്നെ ഡബിൾ ഹാർവെസ്റ്റ് ചെയ്യണം. അത് അത്രയും ഹൈറ്റിൽ നമ്മളെ പണ്ട് നാട്ടിൻ പുറത്തൊക്കെ അടയ്ക്കാൻ മരത്തിലൊക്കെ കാണുന്ന കണക്കുള്ള വിളവ് കിട്ടും. അത് ഉദ്ദേശിച്ചാണ് ചെയ്തേക്കുന്നത്. പരിമിതമായ സ്ഥലത്തെ പച്ചക്കറി കൃഷിയിലുമുണ്ട് ഒരു സോമരാജ് ടച്ച്. നിലത്ത് മണ്ണുകൂട്ടി നടേണ്ട ചേന, ചേമ്പ്, വെണ്ട, മുളക് ഇവയ്ക്കിടവിളയായി പടർന്നു കയറുന്ന കിഴങ്ങുവർഗ്ഗങ്ങളായ കാച്ചിൽ, ചെറുകിഴങ്ങ്, നിലത്ത് പടർന്നു വളരുന്ന വെള്ളരി, മത്തൻ ഇവയ്ക്കൊക്കെ അതിരുകൾ സൃഷ്ടിച്ചുകൊണ്ട് വെർട്ടിക്കൽ രീതിയിൽ കുക്കുംബർ, പീച്ചിങ്ങ, തണലേകിക്കൊണ്ട് പന്തലിൽ വളരുന്ന പാവൽ, പടവലം, പയർ എന്നിങ്ങനെയാണ് പച്ചക്കറി കൃഷി. ഇവിടെ ഞാൻ കുറച്ച് പച്ചക്കറി കൃഷിയും കൂടെ ചെയ്യുന്നുണ്ട്. അതൊരു 2 സെൻറ്റ് പുരയിടം വരും, 2 സെൻറ്റ് വരും. അപ്പോൾ അതിൽ കുറച്ച് കിഴങ്ങ് വർഗ്ഗവും പച്ചക്കറിയായിട്ട് പയർ, പാവൽ, പടവലം, മത്തൻ, കുമ്പളം അങ്ങനെയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്.
കാച്ചിൽ, ചെറുകിഴങ്ങ് അതൊക്കെ വെയിലിൻ്റെ ലഭ്യത വേണം അതിന്. പിന്നെ വലിയ മരങ്ങളും ഇല്ല. അപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് വള്ളികട്ടി ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ പറയേണ്ട കാര്യങ്ങൾ വെർട്ടിക്കലായിട്ടും ഹൊറിസോണ്ടലായിട്ടുമാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് പന്തലിലുള്ളത്. സലാഡ്, വെള്ളരി, പേച്ചിൽ അങ്ങനെയുള്ളതാണ് വെർട്ടിക്കലായിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പയർ വർഗ്ഗമെല്ലാം ഹൊറിസോണ്ടലാണ് ചെയ്തിരിക്കുന്നത്. ആഗ്രഹമുണ്ടെങ്കിലും സ്ഥലപരിമിതി കൊണ്ട് കൃഷി ചെയ്യാത്തവർക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു മാതൃകയാണ് സോമരാജന്റെ കൃഷിയിടം. പറക്കുന്ന പ്രാണികളായ കായീച്ചകളെ നിയന്ത്രിക്കുന്നതിനായി പന്തലിന്റെ പല ഭാഗങ്ങളിലും ഫെറമോൺ കെണിയും മഞ്ഞക്കെണിയും തൂക്കിയിട്ടുണ്ട്. എല്ലാ പച്ചക്കറികൾക്കും ജലലഭ്യത ഉറപ്പുവരുത്തുന്നതിനായി എവിടെയിരുന്നും പ്രവർത്തിപ്പിക്കാവുന്ന സ്പ്രിംഗ്ലർ സൗകര്യവും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന് ആവശ്യമായിട്ടുള്ള വളം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ബുക്കിൽ. അപ്പോൾ അതനുസരിച്ചിട്ട് അത് ഫോളോ ചെയ്യും. സീസൺ അനുസരിച്ച് മഴ സമയത്ത് ഉപയോഗിക്കുന്നതും പിന്നെ കീടങ്ങളെ ശല്യങ്ങൾക്കുള്ള ഫെർമോൺ കണി അതിൻ്റേത് മാറ്റുന്നതും മരുന്നടിക്കുന്നതും എല്ലാം അമ്മയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോവാം. പുതുതലമുറയ്ക്കും സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മുന്നോട്ട് നമുക്ക് കൃഷി ചെയ്യാം. ഭക്ഷണത്തിന് സ്വാദും മണവും നൽകാൻ ഉപയോഗിക്കുന്ന സുഗന്ധവ്യഞ്ജനങ്ങളായ ഗ്രാമ്പൂ, കറുകപ്പട്ട, സർവ്വസുഗന്ധി എന്നിവയ്ക്കും ഇവിടെ ഇടം നൽകിയിട്ടുണ്ട്. ഈ പരിമിതമായ സ്ഥലത്ത് ഞാൻ കുറച്ച് സുഗന്ധ വ്യഞ്ജനമായ ഗ്രാമ്പൂ, കറുകപ്പട്ട, സർവ്വസുഗന്ധി അങ്ങനെ ഇലവർഗ്ഗങ്ങളായിട്ടുള്ള അതെല്ലാം കുറച്ച് നട്ടിട്ടുണ്ട്. അതിൽ ഈ ഗ്രാമ്പൂവിൻ്റെ ഇല നമുക്ക് വെള്ളം തിളപ്പിച്ച് കുടിക്കാൻ നല്ലതാണ്. ഗ്രാമ്പു കായാണ് എല്ലാവർക്കും അറിയാവുന്നത്. അപ്പോൾ ഈ ഇല നമുക്ക് അത് ഉപയോഗപ്പെടുന്നുണ്ട്. അതുതന്നെ കറുകപ്പട്ടയുടെ ഇല മസാല ഇതിൽ ഉപയോഗിക്കുന്നുണ്ട്, സർവ്വസുഗന്ധി. അപ്പോൾ അതും ഞാൻ കുറച്ച് ഈ ഇടവേള കൃഷിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഗ്രാഫ്റ്റഡ് തൈകളാണ് ഇതെല്ലാം. അപ്പോൾ വലുതായിട്ട് വലിപ്പം വയ്ക്കത്തില്ല, വീട്ടാവശ്യത്തിന് എടുക്കാം. അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. കുറഞ്ഞത് 25 വർഷമെങ്കിലും വിളവ് കിട്ടുന്ന വിദേശ പഴവർഗ്ഗങ്ങളായ നട്ട് 3-ാം വർഷം മുതൽ പൂവിടുന്ന റംബൂട്ടാൻ, 7-8 വർഷം കാത്തിരിക്കേണ്ട മാംഗോസ്റ്റിൻ, 6 വർഷം കഴിയുമ്പോൾ മികച്ച വിളവ് നൽകുന്ന അവക്കാഡോ, 2 വർഷം കഴിയുമ്പോൾ പൂവിടുന്ന അബിയു തുടങ്ങിയവ സോമരാജന്റെ ചെറിയ തോട്ടത്തിൽ വളർച്ചയുടെ ഘട്ടത്തിലാണ്. കൂടാതെ സ്വദേശികളായ ആത്തി, മാതളം, സീതപ്പഴം, പേരയ്ക്ക, പ്ലാവ് തുടങ്ങിയവയ്ക്കും ഇടമുണ്ടിവിടെ. ഞാനിവിടെ പഴവർഗ്ഗ ഇനത്തിൽ മാവ് ഒരു വെറൈറ്റി ആയിട്ട് ചെയ്തിരിക്കുന്നത്. അത് ഒരു 3 മൂട് മാവ് നട്ടിട്ടുണ്ട്. ഇതിൽ നമുക്ക് പുതിയ ഇനം ഗ്രാഫ്റ്റഡ് ബഡ് അങ്ങനെ തൈകൾ ഇതിൽ വെച്ച് പിടിപ്പിക്കാൻ കഴിയും. ഞാനിപ്പോൾ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിൽ ചെയ്തു. അത് ഈ ക്ലൈമറ്റിൻ്റെ ഒരു ഇത്രയും ടെമ്പറേച്ചർ ഉണ്ടായിരുന്നല്ലോ, അതിലത് ശരിയായില്ല. ഇനിയിപ്പോൾ വരും വർഷങ്ങളിൽ പുതിയ ഇനങ്ങൾ മാവ് ഒരു തൈകളിൽ 5 6 എന്നുള്ള രീതിയിൽ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ഇതിലാണ് ഈ മാവ് ഇത് നട്ടേക്കുന്നത്. കിണറിന് ചുറ്റുമുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തിയാണ് ഇഞ്ചി കൃഷി. സൂര്യപ്രകാശത്തിൽ പോലും മികച്ച വിളവ് തരാൻ കഴിയുന്ന ഹ്രസ്വകാല വിളയാണ് ഇഞ്ചി. ഇഞ്ചി കൃഷിയിൽ ഒഴിവാക്കാനാകാത്ത ഒരു പരിചരണ മുറയാണ് പുതയിടയിൽ. പിന്നെ ഇവിടെ കിണറ്റിന് ചുറ്റും കുറച്ച് സ്ഥലം ഇങ്ങനെ വേസ്റ്റായിട്ട് നമ്മൾ സിമെൻറ്റ് ചെയ്തിരുന്നതാണ്. അപ്പോൾ അവിടെ ഞാൻ കുറച്ച് ഗ്രോ ബാഗിൽ ഇഞ്ചി കൃഷി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇങ്ങനെയാണ്. അത് നമ്മൾ 3-4 കൊല്ലം ലാസ്റ്റ് ചെയ്യുന്നതാണ് ഈ ഗ്രോ ബാഗ്. അത് തറയുമായിട്ട് തട്ടിയാണ് ഇരിക്കണമെങ്കിൽ പെട്ടെന്ന് കേടായി പോകും, പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ അതിന് ഇങ്ങനെ നമ്മളൊരു ചിരട്ടയൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ആ ഒരു ഇതിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൽ വളമായിട്ട് ചെയ്തിരിക്കുന്നത് കോഴിവളം, പിന്നെ ചാണകപ്പൊടി, കരിയില കമ്പോസ്റ്റ് അതൊക്കെയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ചകിരിച്ചോറ്, മണ്ണ് കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളത്. നല്ല വിളവ് കിട്ടും. 4 മൂട് വെച്ചിട്ടാണ് ഞാൻ ഇത് നട്ടിരിക്കുന്നത്. ബിഗ് സൈസാണ്, 16-18 സൈസ്. നല്ല ഇപ്പോൾ ഗ്രോത്ത് ഉണ്ട്. ഇപ്പോൾ വെച്ചിട്ടൊരു 2 മാസം 1.5 മാസം അങ്ങനെ അതിനകത്തേ ആവുള്ളൂ. ടിഷ്യൂ കൾച്ചർ വാഴയ്ക്ക് പുറമെ വിവിധ ഇനം വാഴകൾ വിളവേകി നിൽക്കുന്നു. പുരയിടത്തിന്റെ അതിരുകളിൽ ഇന്റർമംഗള ഇനം കവുങ്ങുകളും കൃഷി ചെയ്തിട്ടുണ്ട്.
നല്ല പരിചരണം നൽകിയാൽ ധാരാളം വിളവ് ലഭിക്കുന്ന ഇനമാണിത്. അപ്പം നമുക്ക് ഫണ്ട് പോകുമ്പോൾ ഇപ്പം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൊച്ചു ഫണ്ട് ഞങ്ങൾ ഈ സാധാരണ കർഷകരോട് പറഞ്ഞ് എനിക്ക് കൃഷി ചെയ്യാൻ സ്ഥലമില്ല, എനിക്ക് വീട് വെച്ച സ്ഥലം. പക്ഷെ അതിന് അവർ വേറിട്ട രീതിയാണ് ഇത് എല്ലാവർക്കും പരീക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഒരു 16 സെൻറ്റ് സ്ഥലത്തിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ കൃഷികളും ഇവിടെ ദീപ ചെയ്തിട്ടുണ്ട്. ചില ഫ്രൂട്ട് പ്ലാന്റ്സ് ഉണ്ട്, സ്പൈസസ് ഉണ്ട്, പിന്നെ കിഴങ്ങ് വർഗ്ഗങ്ങൾ, വാഴ, ഒന്നും ഈ കുഞ്ഞു സ്ഥലത്ത് എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കൂടാതെ തേനീച്ചപ്പെട്ട് അധിക ആദായത്തിനായി തേനീച്ചപ്പെട്ട് വെച്ചിട്ടുണ്ട്. ഒന്നുമല്ല, പ്രവാസിയായ ഒരു കർഷകന് വേറെ വിദേശത്തിരുന്ന് പോലും നമുക്കിവിടെ കൃഷി നടപ്പാക്കാം എന്ന് തെളിയിച്ചിരിക്കുകയാണ് ദീപ്. പൂക്കൾ വിടരുന്നതിനും കായ്ക്കുന്നതിനും പരാഗണം അത്യാവശ്യമാണ്. അതിനായി തേനീച്ചകളെയും സോമരാജ് പരിപാലിക്കുന്നു. 10 തേനീച്ചപ്പെട്ടികളാണ് പല ഭാഗങ്ങളിലായി സ്ഥാപിച്ചിട്ടുള്ളത്. ഇതിലൂടെ ഒരു മികച്ച വരുമാനവും ഈ പ്രവാസി കർഷകന് ലഭ്യമാകുന്നു. വിദേശ ജോലി ഉപേക്ഷിച്ച് നാട്ടിൽ സ്ഥിരതാമസമാക്കുന്ന ആ ഒരു സമയത്ത് എനിക്കിവിടെ പഴങ്ങൾ, പച്ചക്കറി, തേങ്ങ അങ്ങനെയുള്ള ഒരുവിധം സാധനങ്ങളെല്ലാം ഇവിടെ നിന്ന് എനിക്ക് എൻ്റെ ഈ പുരയിടത്തു നിന്ന് തന്നെ കിട്ടും. പിന്നെ അതിൽ അധികമായിട്ട് ചെയ്യാൻ പുരയിടം സ്വന്തമായിട്ട് മേടിക്കാൻ കഴിയില്ലെങ്കിൽ കുറച്ച് പുരയിടം പാട്ടത്തിനെടുത്തിട്ട് കൃഷി ചെയ്യാം. അവിടെയും പച്ചക്കറി, മരിച്ചീനി അങ്ങനെയുള്ള കൃഷിയൊക്കെ ചെയ്ത് മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പം എൻ്റെ ഒരു ആഗ്രഹം. ഞാനത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ചെറിയ രീതിയിലുള്ള ഈ കൃഷി ചെയ്തു പോകുന്നത്. കൃഷി ഇലക്ട്രോണിക് സാങ്കേതികവിദ്യയുടെ യുഗത്തിലേക്ക് മാറുന്നു എന്നതിൻ്റെ ഉത്തമ മാതൃകയാണ് സോമരാജിന്റെ കൃഷിയിടം. വരും തലമുറയ്ക്ക് ദിശാസൂചകമായി ഒരു ഡിജിറ്റൽ കാർഷിക കേരളം തന്നെ സൃഷ്ടിക്കപ്പെടും എന്ന് നമുക്ക് അനുമാനിക്കാം.